ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ഓല സ്കൂട്ടറിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓല നമ്മളെ ഫ്രണ്ടിന്റെ ഓലയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മൈലേജ് എത്രയാണെന്ന് ഇല്ല നമുക്ക് നോക്കാം. നമ്മൾ മുമ്പ് ഏതറിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഏതറിന്റെ മൈലേജ് ടെസ്റ്റ് ചെയ്താണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മൈലേജും കാര്യങ്ങളൊക്കെ അതിൽ നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതറിന്റെ വീഡിയോ ഇട്ടെന്ന് കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് നമുക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് കൂടി നമ്മളത് ചെയ്യണം. സബ്സ്ക്രൈബ്സ് വളരെ കുറവാണ്. നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏതറിന്റെ മൈലേജ് നമ്മൾ വിചാരിച്ചിരുന്നത് നല്ല മൈലേജ് ഉണ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. ഏതർ 105 കിട്ടും, അല്ലെങ്കിൽ ഞാൻ 90 കിട്ടും എന്നൊക്കെ ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരും വണ്ടി ഇലക്ട്രിക്കൽ വണ്ടി ഒന്ന് മൈലേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നന്നാവും. പല വണ്ടി പല രൂപത്തിലാണ് മൈലേജ് ഉള്ളത്. അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ വണ്ടിന്റെ വാറന്റി കാര്യങ്ങൾ കഴിഞ്ഞതിന് മുമ്പ് ഷോറൂമുമായി ബന്ധപ്പെട്ടാൽ നമ്മുടെ ബാറ്ററി മാറ്റണമെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളും മാറ്റി തരും. അപ്പോൾ നിങ്ങൾ അത് എന്തായാലും ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ഉപകാരമായിക്കാണ്. അപ്പൊ നമുക്ക് ഓലന്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം വീഡിയോയില്. അപ്പോൾ ഓലക്ക് എത്ര മൈലേജ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഓലന്റെ മൈലേജ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതാ 100% വണ്ടിയിൽ ചാർജ് ഉണ്ട്. ഇതാ എക്കോയിൽ 170 കിലോമീറ്റർ പോവും, നോർമലിൽ 135 കിലോമീറ്റർ പോവും, സ്പോർട്സിൽ 118, ഹൈപ്പറിൽ 94 കിലോമീറ്റർ പോകുന്ന പറയുന്നത്. അപ്പോൾ നമ്മൾ അധികം എക്കോയും നോർമൽ സ്പോർട്സും ആണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ നമ്മൾ വല്ലാതെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വണ്ടി നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളെ വണ്ടി 100% ചാർജ് ഉണ്ട്. വണ്ടി ട്രിപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടുമെന്ന് നമുക്ക് നോക്കട്ടോ. ഇതാ നമ്മളെ വണ്ടിയിൽ ഇപ്പോൾ 75% ചാർജേ ഉള്ളൂ. 25% ഇപ്പോൾ നമ്മൾ ഓടി. 24 കിലോമീറ്റർ നമുക്കിപ്പോൾ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ടോട്ടൽ എത്ര നമുക്ക് ഈ വണ്ടി റേഞ്ച് കിട്ടും നോക്കട്ടോ. ഏകദേശമൊക്കെ നമ്മളെ ഏതൊരു വണ്ടി മൈലേജ് ചെക്ക് ചെയ്ത ഏരിയ കൂടെ തന്നെ നമ്മൾ പോണത്. കറക്റ്റ് ആ റൂട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും നമ്മളെ വണ്ടി ആ ചെക്ക് ചെയ്ത റൂട്ടിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അന്ന് നമ്മൾ നാഷണൽ ഹൈവേന്റെ പണി ഇറക്കുന്നിടത്തോടെ പോയിന്. ഇന്നിതാ ആ റോഡ് കൂടെ തന്നെയാണ് നമ്മൾ പോണ്. ഇതാ വേറൊരു ഓല അങ്ങനെ പോണ്. നമ്മളെ വണ്ടിയിൽ അങ്ങനെ പോവാണ്. മൈലേജ് അത്ര കിട്ടും നോക്കുക. പിന്നെ ഈ വണ്ടിന്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകത എന്ന് പറയാനില്ല, നമ്മളെ ഈ വണ്ടിന്റെ ബാറ്ററി മാറിയതാണ്. ഫസ്റ്റത്തെ ബാറ്ററി കംപ്ലൈന്റ് ആയിട്ട് ബാറ്ററി ഇപ്പൊ മാറിയിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പുതിയ ബാറ്ററിയിലാണ് നമ്മൾ ഈ ചെക്കിങ് നടത്തുന്നത്. അപ്പോൾ ഇതിന്റെ മൈലേജ് എത്ര ഉണ്ട് നമുക്ക് എന്തായാലും അറിയണം. പഴയ ബാറ്ററി കംപ്ലൈന്റ് ആവാൻ കാരണം എന്താ വെച്ചാല് 10% തന്നെ വണ്ടി ഓഫ് ആവായിരുന്നു. അതായിരുന്നു അതിന്റെ കംപ്ലൈന്റ്. ഈ വണ്ടിന്റെ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താ പവർ, നല്ല പവറുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളെ വണ്ടിയിൽ ഇപ്പോ ചാർജില് 47% ചാർജ് ഉണ്ട്. 50 കിലോമീറ്ററോളം നമ്മൾ ഓടിയിട്ടുണ്ട്. പിന്നെ നമ്മള് കുറച്ച് ഓഫ് റോഡ് റോഡൊക്കെ തന്നെയാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടി. അപ്പൊ നമ്മളെ വണ്ടിയിലെ ചാർജ് 20% ആയിട്ടുണ്ട്. 73 കിലോമീറ്ററോളം നമ്മൾ പോയിട്ടുണ്ട്. നമ്മളെ വണ്ടിമ ഇപ്പൊ വെയിറ്റ് ഉള്ളത് 85 കിലോണ്, പിന്നെ ഒരു 60 കിലോണ്. 85 കിലോ ഞാൻ, 60 കിലോന്റെ ഫ്രണ്ടാണ്. പിന്നെ ഒരു 10 kg ലഗേജ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതപ്പൊ ചാർജ് അതിൽ 6% ആയിട്ടുണ്ട്. 87 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. വണ്ടി കയറ്റം വലിയ 2 ആളെ വെച്ച് വലിയ ഭയങ്കര പ്രയാസമാണ്. നമുക്ക് ഇനി ഒരാളെ വെച്ചാണ്ട് വലിച്ചു നോക്കാം. വണ്ടി കയറ്റം കയറാൻ ഞാനൊന്ന് തള്ളി കൊടുക്കണം, എന്നാലേ വണ്ടി കയറ്റം കയറുള്ളൂ. അപ്പൊ നമ്മള് ഒന്ന് തള്ളി കൊടുത്തു നോക്കുക. ഇങ്ങോട്ടും കയറണില്ല. ഇത് കൊടുക്കണോ ആക്സിഡന്റ് കൊടുക്കേ കയറണില്ല. ഇത് നമ്മളെ വണ്ടിയിൽ ഇപ്പൊ ചാർജ് 4% ആയിട്ടുണ്ട്. 87.9 മീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എക്കോല് വല്ലാതെ കയറ്റം വലിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ കൂടെ ഉള്ള 60 വെയിറ്റുള്ള ആളെയും പിന്നെ 10 കിലോ ലഗേജ് നമ്മൾ ഇറക്കി വെച്ചിട്ട് പോലും വണ്ടി കയറ്റം വലിയണില്ല. ഫുൾ ആക്സിലേറ്റർ കൊടുത്തിട്ട് പോലും വണ്ടി സ്റ്റാർട്ടിങ്ങിനാവും, വലിയണില്ല. കയറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് മക്കളെ ഇതിൻ്റെ അവസ്ഥ. എക്കമോഡിലൊക്കെ കയറ്റാൻ വലിച്ചെങ്കിൽ വണ്ടിമ്മ ആള് പറ്റൂല.
ആളില്ലാതെ വണ്ടിമ പോണ്ടി വരും. അപ്പൊ നമ്മളെ ഓലന്റെ മൈലേജ് ടെസ്റ്റിങ്ങളായിട്ട് റിപ്പോർട്ടുകൾ കണ്ടില്ലേ. നമുക്ക് ഇത്രയൊക്കെ ഓലന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ഓലന്റ് ചെയ്യണതിൽ തന്നെ കുറച്ച് റിസ്ക് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എക്കോ മോഡിലൊന്നും കയറ്റം വലിയ വളരെ റിസ്ക് ആണ്. അപ്പോൾ ഒരാളെ വെച്ച് തന്നെ വണ്ടി വലിയണില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക് ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതിന്റെ മൈലേജ് ഇങ്ങനെയാണ് ഇതിന്റെ കിടപ്പ് കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകം പറയാനുള്ള എന്താ വെച്ചാൽ, ഒന്നാമത് മലയും കുന്നാണ് നമ്മൾ മലപ്പുറം ജില്ലയിലുള്ളത്. അപ്പോൾ നമുക്ക് മൈലേജ് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അറിയണമെങ്കിൽ പെട്രോൾ വണ്ടിയും ഇലക്ട്രിക്കൽ വണ്ടിൻ്റെ ഒരു മാറ്റം എന്താ വെച്ചാൽ, ഇലക്ട്രിക്കൽ വണ്ടി കൊണ്ടെടുക്കുന്നവർക്ക് കുറച്ച് ക്ഷമ തന്നെ വേണ്ടി വരും. പെട്രോൾ വണ്ടി നമുക്ക് പെട്ടെന്ന് പെട്രോൾ അടിക്കുക, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോവാം, അതിനൊക്കെ പറ്റും. പക്ഷേ ഇലക്ട്രിക്കൽ വണ്ടിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ, ചാർജിങ്ങിനുള്ള ടൈമാണ് നമുക്ക് ഭയങ്കര ഇഷ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടാൽ തന്നെ നമുക്ക് ഈ ഇലക്ട്രിക്കൽ വണ്ടി കുറച്ച് മുമ്പോട്ടൊക്കെ കൊണ്ടുപോകാൻ കഴിയും. അല്ലാതെ നമുക്കൊരു ചെറിയൊരു ഓട്ടത്തിനൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ വണ്ടി പറ്റുള്ളൂ. ഒരു ഇലക്ട്രിക്കൽ വണ്ടി ഉള്ള ആൾക്ക് വീട്ടിലൊരു പെട്രോൾ വണ്ടി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് പൂർണ്ണമായിട്ട് ഉണ്ടാവണം. ഇനി അങ്ങോട്ടും ഇതുപോലത്തെ പല പല വീഡിയോസ് നമ്മളെ ചാനലുണ്ടാവും. ഒരു കണ്ടന്റ് മാത്രമായിട്ടല്ല നമ്മളെ ചാനലിൽ വരിക. അപ്പോൾ പല കണ്ടന്റുകളും നമ്മളെ ചാനലിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.